എല്ലാവർക്കും സ്വാഗതം. വിഷ്വൽ ലൈഫ് സ്റ്റൈൽ എന്ന യൂട്യൂബ് ചാനലിലോട്ട്. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു സ്വീറ്റ് ഇഡ്ഡലിയാണ്. കൂടെ ഒരു ഉണ്ണിയപ്പത്തിന്റെ റെസിപ്പിയും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് തയ്യാറാക്കാം. ഒരു 1/2 കിലോ ശർക്കര ഉരുക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളത് നന്നായി ഉരുക്കിയതിന് ശേഷം നമുക്കത് അരിച്ച് മാറ്റിയിട്ട് അതിലെ വേസ്റ്റൊക്കെ കളയാം. അതിന് ശേഷം ഗോതമ്പ് പൊടി 1/2 കിലോ ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. 1/2 കിലോ റവ പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് അതിലോട്ട് ശർക്കരപ്പാനി തണുത്തതിന് ശേഷം നമ്മൾ ഒഴിച്ചതിന് ശേഷം നമ്മൾ കൈ വെച്ചിട്ട് അതിൽ സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ കൈ വെച്ചിട്ട് മിക്സ് ചെയ്യണം. എന്നതിന് ശേഷം 5 പഴം എടുത്തിട്ടുണ്ട്. പിന്നെ പാളയംകോടൻ പഴം എന്ന് പറഞ്ഞ പഴമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പൊ അതിൽ കൂടുതൽ വേണമെങ്കിൽ ഒരു 6 7 ഇടട്ടോ. ഞാൻ 5 ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഒരുവിധം കലക്കി കുറുക്കിയതിന് ശേഷം നമുക്കിത് വെള്ളം പാകാക്കിയിട്ട് മിക്സിയിലിട്ട് തിരിക്കണം. അപ്പൊ അതിലോട്ടൊരു 10 ഏലക്കായ എടുത്തിട്ടുണ്ട്. അപ്പൊ ഏലക്കായും കൂടെ നമ്മൾ പൊടിയിലോട്ട് ചേർക്കുന്നു. എന്നതിന് ശേഷം ആദ്യം നമ്മളിത് ചേർത്ത് ഒരു 10-15 മിനിറ്റ് വെച്ചതിന് ശേഷം നമ്മൾ ഒരു ഉണ്ണിയപ്പത്തിന്റെ ചട്ടി എടുത്തിട്ട് അതിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ആദ്യം നമ്മൾ ഇതിലോട്ട് തയ്യാറാക്കാൻ പോണത് പിന്നെ ഉണ്ണിയപ്പാണ്. അപ്പോൾ അതിലോട്ടൊരു പിഞ്ച് ഉപ്പിട്ടിട്ടുണ്ട് കേട്ടോ, നമ്മളെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് എണ്ണ ഒഴിക്കാം. ഞാനിവിടെ സാധാ ഓയിലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ആ ഓയില് നന്നായിട്ടൊന്ന് ചൂടായിക്കോട്ടെ. എന്നിട്ട് നല്ല ഹൈ ഫ്ലെയിമിൽ വെക്കേണ്ട, ഹൈ ടു മീഡിയം ഫ്ലെയിമിൽ ഇതിൽ വെച്ചാൽ മതി. അപ്പോൾ ചൂടായി കഴിഞ്ഞതിന് ശേഷം ഒരു ഗ്ലാസ്സിലോ തവിയിലോ എടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എങ്ങനെ നമുക്ക് ഈ മാവിട്ട് ശരിയാവുണ്ടാന്ന് പറയാം. പെട്ടെന്നാണ് ഒരു 10-15 മിനിറ്റ് വിരിച്ചുണ്ടായിട്ട് വേണമെങ്കിലും ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഗ്ലാസ്സിലാകുമ്പോൾ നമുക്ക് ഒറ്റ ഇതിൽ തന്നെ ഒഴിച്ചെടുക്കാൻ കഴിയും. പിന്നെ തീയൊന്ന് ചെറുതായിട്ട് താഴ്ത്ത, സിമ്മാക്കണ്ട. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒന്ന് വേവുമ്പോൾ ഒരു ബ്രൗൺ കളർ വരുമ്പോൾ നമുക്ക് സൈഡും തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്നൊരു ഉണ്ണിയപ്പത്തിന് ആഗ്രഹം തോന്നുമ്പോഴൊക്കെ നമുക്ക് പെട്ടെന്ന് ഉണ്ണിയപ്പം ആക്കാം. ഇപ്പം ഇത് സൈഡ് മറച്ചിട്ടപ്പോഴേ അതാ ഗോൾഡൻ കളറായിട്ട് നല്ല പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട്. കണ്ടോ, നല്ല സൂപ്പർ ഉണ്ണിയപ്പമാണ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ആ മാവിൽ തന്നെ നമുക്ക് ഒരു 1/4 ടീസ്പൂൺ അല്ലെങ്കിൽ എന്താ പറയുക, ബേക്കിംഗ് സോഡ ഇട്ടതിന് ശേഷം നമുക്ക് ഒരു നേരെ ഇല്ലെങ്കിൽ ഒരു 1/2 മണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ വെച്ചിട്ട് അത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്കത് അടച്ച് മാറ്റി വെക്കാം. മാറ്റി വെച്ച് കഴിഞ്ഞാൽ അപ്പോഴേക്കും അത് ഏകദേശം ഒന്ന് പൊങ്ങും. അപ്പോൾ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ പൊങ്ങി കഴിഞ്ഞാൽ നമുക്കൊരു ഇഡ്ഡലി ചെമ്പിൽ വെച്ചിട്ട് നമുക്ക് ആവിക്ക് വേവിച്ചിട്ടാണ് നമ്മളിനി അടുത്ത ഡിഷ് ഉണ്ടാക്കുന്നത്. ഒരു ശരിക്കും പറഞ്ഞാൽ നല്ലൊരു 4 മണി പലഹാരമാണ്. കാരണം കുട്ടികൾക്കൊക്കെ എണ്ണയിൽ പൊരിച്ചെടുത്തത് കൊടുക്കണ്ടെന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കാം. അവർക്ക് നല്ല ഇഷ്ടപ്പെടും, നല്ല ടേസ്റ്റ് ഉണ്ട് സംഭവം. അപ്പോൾ നമ്മളെ ഇഡ്ഡലി ചെമ്പ് അടുപ്പത്തിൽ വെച്ചതിന് ശേഷം നമ്മൾ അതിലോട്ട് ഓരോ തവിയായിട്ട് പൊരി ഒഴിച്ചതിന് ശേഷം നമുക്ക് ഉള്ളത് അടച്ചു വയ്ക്കാം. നിറച്ചൊഴിക്കുക. അങ്ങനെ ഒരുപാട് അതിൽ തന്നെ പൊങ്ങി വരുള്ളൂ. മറ്റുള്ളവർക്ക് ഇങ്ങനെ സ്പ്രെഡായിട്ട് പൊങ്ങുന്നില്ല. അപ്പോൾ അങ്ങനെ പൊങ്ങി ഒരു 10 മിനിറ്റ് വേണ്ട, ഒരു 5 മിനിറ്റ് ഒക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പം തന്നെ ഏകദേശം ഞാനിവിടെ 5 മിനിറ്റ് ആയപ്പോഴേക്ക് എനിക്ക് ഈ ഇഡ്ഡലി വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. എല്ലാവരുടെയും ഗ്യാസ് അടുപ്പിൻ്റെ ഇതിനനുസരിച്ചിരിക്കും. ഞാനിപ്പോൾ ശരിക്കും ഒരു 5 മിനിറ്റ് ആയില്ല, ഒരു 4 മിനിറ്റും കുറച്ച് ആയപ്പോഴേക്കും തുറന്നപ്പോഴേക്കും ഇതുപോലെ നല്ല കറക്റ്റായിട്ട് ഇങ്ങനെ പൊട്ടി വന്നിട്ടുണ്ട്. നല്ല എന്താ പറയുക, നമ്മളെ കേക്കൊക്കെ കഴിക്കുന്ന പോലെ നല്ല സോഫ്റ്റ് ഉണ്ട് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്നുണ്ട്. കഴിക്കാനും തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട്. ഒരു തവണയെങ്കിലും നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കും. നമ്മളെ കുട്ടികൾക്കൊക്കെ നല്ല രീതിയിൽ വൈകുന്നേരം വരുമ്പോൾ അവർ തനിയെ എടുത്ത് ഇങ്ങനെ കൊണ്ടുപോയി കഴിച്ചോളൂ. ഒരുപാട് പിന്നെ മധുരം വേണമെങ്കിൽ നിങ്ങൾക്ക് കൂട്ടാം. ഞാൻ ഒരു ലോ മധുരമായിരുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.